കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഷിഗല്ല ആശങ്കയിലാണ് സംസ്ഥാനം. സംസ്ഥാനത്ത് ഇന്ന് 15 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കേരളത്തിൽ വീണ്ടും ആശങ്കയുണർത്തി ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം. കേരളത്തിലെ പല ജില്ലകളിലും പടർന്നു പിടിച്ച് നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രധാന വില്ലനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ഷിഗല്ല എന്ന അണുബാധ മൂലം ഉണ്ടാകുന്ന രോഗം. കേരളത്തിലെ പകുതി ജില്ലകളിൽ ഇതിപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിലും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തെന്ന് കണ്ടു. കഴിഞ്ഞ വർഷവും ഇതുണ്ടായെങ്കിലും പക്ഷേ ഇത്തവണ കുട്ടികളിലും മരണത്തിന് വരെ കാരണമായ ഒരു രോഗമായി മാറി എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന പ്രശ്നം. മലിനജലം, അതുപോലെ വൃത്തിയില്ലാത്ത ആഹാരം, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നതുകൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഇത് വളരെ വിർലൻ്റായിട്ടുള്ള ഒരു അണുവാണ്. വെറും 10 ബാക്ടീരിയ നമ്മുടെ കുടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് രോഗമുണ്ടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മാരകമായ അവസ്ഥ. പ്രധാനമായിട്ടും വയറ്റിളക്കം, വയറുവേദന, വയറ്റിൽ നിന്ന് രക്തം പോവുക മുതലായവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. മരണവും പലതും സംഭവിച്ചിരിക്കുന്നത് കുട്ടികളിലാണ്. നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. നമ്മൾ ശൗചാലയത്തിൽ പോയതിന് ശേഷവും ആഹാരം കഴിക്കുന്നതിന് മുമ്പും കൃത്യമായിട്ട് സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും കൈ കഴുകുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന സംഗതി. അതുപോലെ പഴവർഗ്ഗങ്ങളും മറ്റും നന്നായിട്ട് കഴുകി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. പുറത്ത് ഓപ്പണായിട്ട് വച്ചിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളും മറ്റും നമ്മൾ മേടിച്ച് ഈ സമയത്ത് കഴിക്കാതിരിക്കുക. നമ്മൾ കൃത്യമായി നമ്മുടെ ശുചിത്വം പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ തടയാൻ പറ്റും. ഈ മരണം നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മളെല്ലാവരും ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്, വളരെ ശ്രദ്ധാലുക്കളായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാം.